മോദി എത്തുന്ന വേദിക്ക് സമീപമായി റോഡ് ഷോ അവസാനിക്കുന്ന സ്ഥലത്താണ് അർജുൻ ഉള്ളത്. അർജുൻ, നിലവിൽ അവിടെ ഒരുക്കങ്ങളെല്ലാം ആ ഒരു വേദിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ? ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പ്രധാനമന്ത്രിയുടെ വേദി, ആരൊക്കെയാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്ന പ്രമുഖ വനിതകൾ, പ്രത്യേകിച്ച് പ്രമുഖർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒപ്പം സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഓരോ വ്യക്തിത്വങ്ങളാണ് പ്രധാനമന്ത്രിക്കൊപ്പം സ്ത്രീ ശക്തി സംഗമത്തിൽ എത്തുന്നത്, വേദി പങ്കിടുന്നത്. എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ? വിനീഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുന്നാഥ സന്നിധിയിലാണ്. ഈ വടക്കുന്നാഥന്റെ നാട്ടിലേക്കാണ് പ്രധാനമന്ത്രി ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെ ശക്തന്റെ നാട്ടിലേക്ക് ശക്തനായി തന്നെ പ്രധാനമന്ത്രി എത്തുകയാണ്. വനിതകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട്, വനിതകൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾ അദ്ദേഹത്തിന്റെ 10 വർഷത്തിലെ കൂടുതൽ അദ്ദേഹം ഇവിടെ നിൽക്കുന്നു. അതിൽ നിന്നും അദ്ദേഹം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ സ്ത്രീ സമൂഹത്തിൽ ചെയ്തിരിക്കുന്നു. ആ രീതിയിൽ തന്നെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് വീണ്ടും അദ്ദേഹം എത്തുന്നത്. തൃശ്ശൂരിലേക്ക് 3ാം തവണയാണ് അദ്ദേഹം എത്തുന്നത്. ഇവിടെ ഏകദേശം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അതായത് സ്റ്റേജിന്റെ പണികൾ അല്ലെങ്കിൽ വേദിയുടെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും. ഇവിടെ അത്യാവശ്യമുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഏകദേശം 8 വനിതകളാണ് അദ്ദേഹത്തിന്റെ കൂടെ വേദി പങ്കിടുക. അതായത് സിനിമാ നടി ശോഭന, ബീന കണ്ണൻ, ക്രിക്കറ്റിലെ പ്രമുഖ മിന്നു മണി, ഡോക്ടർ MS സുനിൽ, ഉമാ പ്രേം, ശോശാമ ഐപ്പ്, മറിയക്കുട്ടി, വിജയലക്ഷ്മി തുടങ്ങി നാനാതുറയിലുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിലുള്ള സ്ത്രീകളാണ് ഇവിടെ ഈ പ്രധാനമന്ത്രിയോടൊപ്പം വേദികൾ പങ്കിടുന്നത്. നമുക്കറിയാം, വനിതകൾക്കായി വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി ആയതിനു ശേഷം, നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഉജ്ജൽ യോജന. അത്തരത്തിലുള്ള ആ വനിതകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഉജ്ജൽ യോജന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സുകന്യ പദ്ധതി, കുട്ടികൾക്കായിട്ടുള്ള സുകന്യ പദ്ധതി, ഇത്തരത്തിലുള്ള എല്ലാ പദ്ധതികളും തന്നെ ആ വനിതകൾക്ക് അത്രത്തോളം സഹായകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ ഒരു പദ്ധതി എല്ലാം പ്രഖ്യാപിച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ വനിതാ ബില്ല് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. വനിതാ ബില്ല് 33% സംവരണം സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നു. അതിനുശേഷമാണ് ആ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഇങ്ങോട്ട് തൃശ്ശൂരേക്ക് എത്തുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ തൃശ്ശൂർ എന്ന് പറയുന്നത്. അത്തരത്തിൽ നോക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത് 2 ലക്ഷത്തിലധികം വനിതകളാണ് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത്. പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം, പ്രത്യേകിച്ച് നേരത്തെ BJP നേതാക്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് BJP കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിന് മുൻപായി ഇവിടുത്തെ ജനങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിയെ നിർണയിച്ച ഒരു കേന്ദ്രം തന്നെയാണ് തൃശ്ശൂർ. അതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് BJPയും. ഒപ്പം തന്നെ നരേന്ദ്രമോദിയുടെ സന്ദർശനം, രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ്റെ ഇന്നത്തെ സന്ദർശനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ BJP ഘടകം ഉറ്റുനോക്കുന്നത്. സ്ത്രീശക്തി സംഗമത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായിരുന്നാലും എല്ലാ ഒരുക്കങ്ങളും സജ്ജമായിട്ടുണ്ട്. എല്ലാം ഒരു നുള്ളു പോലും ഇടയില്ലാതെ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ടീം ജനവും സജ്ജമായിരിക്കുകയാണ്. ഉമേഷ്.